എലിപ്സ് വരയ്ക്കാനുള്ള വേറൊരു മെത്തേഡാണ് കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ്. രണ്ട് കോൺസെൻട്രിക് ആയിട്ടുള്ള സർക്കിൾ ഉപയോഗിച്ചിട്ട് വരയ്ക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തരിക മേജർ ആക്സിസും മൈനർ ആക്സിസാണ്. ഇവിടെ നമ്മളിനി വരക്കാൻ പോകുന്ന ക്വസ്റ്റ്യനിലുള്ളത് മേജർ ആക്സിസ് 120 മില്ലിമീറ്ററും മൈനർ ആക്സിസ് 80 മില്ലിമീറ്ററാണ്. അപ്പോൾ അതെങ്ങനെ വരക്കാം നോക്കാം. ആദ്യം തന്നെ രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലറായ മേജർ ആക്സിസും മൈനർ ആക്സിസും വരക്കാം. ഹൊറിസോണ്ടലായിട്ട് എപ്പോഴും മേജർ ആക്സിസും വെർട്ടിക്കലായിട്ട് എപ്പോഴും മൈനർ ആക്സിസും വരക്കാം. നമ്മുടെ ഈ ഡയമെൻഷനിൽ 120 മില്ലിമീറ്ററും 80 മില്ലിമീറ്ററിൽ മേജർ ആക്സിസും മൈനർ ആക്സിസും വരച്ചെടുക്കാം. നെക്സ്റ്റ് മേജർ ആക്സിസിൻ്റെ പകുതി AO റേഡിയസ് ആക്കി എടുത്തിട്ട് O സെൻറ്ററാക്കി വെച്ചുകൊണ്ട് ഒരു ഫുൾ സർക്കിൾ വരക്കാം. നെക്സ്റ്റ് മൈനർ ആക്സിസിൻ്റെ പകുതി OC റേഡിയസ് ആക്കി എടുത്ത് O സെൻറ്ററാക്കി വെച്ച് വേറൊരു സർക്കിളും കൂടി വരക്കാം. അപ്പോൾ നമുക്കിവിടെ രണ്ട് കോൺസെൻട്രിക് സർക്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. കോൺസെൻട്രിക് സർക്കിൾ എന്ന് വെച്ചാൽ ഒരേ സെൻറ്ററുള്ള രണ്ട് സർക്കിളുകളാണ്. ഇനി ഈ സർക്കിളിനെ നമുക്ക് ഈക്വലായി ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഒരു സർക്കിളിൻ്റെ ചുറ്റുമുള്ള ആംഗിൾ എന്ന് വെച്ചാൽ 360 ഡിഗ്രിയാണ്. അപ്പോൾ 360 ഡിഗ്രിനെ ഞാനിവിടെ 12 ഈക്വൽ പാർട്സ് ആക്കി മാറ്റണം. അപ്പോൾ 360/12 എന്ന് വെച്ചാൽ 30 ഡിഗ്രി. അപ്പോൾ ഓരോരോ 30 ഡിഗ്രി ഈ സർക്കിളിന് ചുറ്റും ഇതുപോലെ മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ഈക്വലായി ഡിവൈഡ് ചെയ്തിരിക്കുന്ന സർക്കിളിൻ്റെ ഓരോരോ ഡിവിഷൻ പോയിൻറ്റിനും ഇതുപോലെ സ്കെയിൽ വെച്ച് ലൈൻസ് വരയ്ക്കുക. മേജർ ആക്സിസിൻ്റെയും മൈനർ ആക്സിസിൻ്റെയും മേലെ നിന്നൊന്നും വരക്കേണ്ടതില്ല, അതങ്ങനെ തന്നെ വെച്ചാൽ മതി. ബാക്കിയുള്ള ഡിവിഷൻ പോയിൻറ്റുകളിൽ നിന്നാണ് ലൈൻസ് വരക്കേണ്ടത്. ഇനി മൈനർ ആക്സിസിന് പാരലായിട്ട് മേജർ ആക്സിസ് സർക്കിൾ, മേജർ ആക്സിസ് റേഡിയസ് ആയിട്ട് നമ്മൾ വരച്ച സർക്കിളിനല്ലോ, ഈ സർക്കിളും നമ്മളിപ്പം വരച്ചിരിക്കുന്ന ഡിവിഷൻ പോയിൻറ്റുകളും കൂടി ജോയിൻ ചെയ്യുന്ന പോയിൻറ്റിലൂടെ നമുക്ക് വെർട്ടിക്കൽ ലൈൻസ് കിട്ടണം. മൈനർ ആക്സിസിന് പാരലായതുകൊണ്ട് തന്നെ വെർട്ടിക്കൽ ലൈൻസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ അത് ഇതുപോലെ മൈനർ ആക്സിസിന് പാരലായിട്ട് ചുറ്റും വരച്ചിടുക. ഇനി ഇതേപോലെ തന്നെ മേജർ ആക്സിസിന് പാരലായിട്ടും നമ്മുടെ മൈനർ ആക്സിസ് സർക്കിളും ഡിവിഷൻ ചെയ്യുന്ന ലൈനുകളും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്ന ഓരോരോ പോയിന്റിൽ നിന്നും നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻസ് വരക്കണം. ഈ ഹൊറിസോണ്ടൽ ലൈൻസ് നമ്മൾ തൊട്ട് മുമ്പ് വരച്ച വെർട്ടിക്കൽ ലൈൻസായിട്ട് കൂട്ടിമുട്ടുന്ന രീതിയിൽ വേണം വരയ്ക്കാൻ. അപ്പോൾ അതുപോലെ വരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ അതിന് ചുറ്റും നമുക്ക് കുറേ പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ നമുക്കിപ്പം കിട്ടിയിരിക്കുന്ന ഈ പോയിൻറ്റുകളൊക്കെ ജോയിൻ ചെയ്ത് ഒരു സ്മൂത്ത് കർവ് വരച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു എലിപ്സ് കിട്ടും. അപ്പോൾ ഈ എലിപ്സ് വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എലിപ്സ് മേജർ ആക്സിസും മൈനർ ആക്സിസും ടച്ച് ചെയ്തുകൊണ്ട് വേണം വരയ്ക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ ആ പോയിൻറ്റുകൾ സെപ്പറേറ്റ് വേറെ കണ്ടുപിടിക്കാത്തത്. അപ്പോൾ നമുക്ക് ആ പോയിൻ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പോയിൻറ്റും നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന പോയിൻറ്റുകളും എല്ലാം ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു സ്മൂത്ത് കർവ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന എലിപ്സ് അവിടെ കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.